ഹായ് കൂട്ടരെ, എന്നുണ്ട്? എന്താ വേലി, എന്താ ചൂട് അല്ലേ? ഇങ്ങനെ ചൂട് ആയിട്ട് നിൽക്കുമ്പോൾ ഇത്തിരി നാരങ്ങ വെള്ളം തണുത്തത് മധുരയിട്ട് കുടിച്ചാൽ എങ്ങനെയിരിക്കും? പൊളിയായില്ലേ? അങ്ങനെ ഞാൻ നാരങ്ങ നോക്കി ഗെയ്സ്, പക്ഷേ ഇവിടെ നാരങ്ങ തീർന്നു പോയിരിക്കുന്നു. ഞാൻ ഒന്നും നോക്കിയില്ല, ചാമ്പമരത്തെ കയറി ഇതാ ഞാൻ ചാമ്പങ്ങ പറിച്ചു. കണ്ടല്ലോ, സൂപ്പറല്ലേ കാണാനായിട്ട്? നല്ല ഭംഗിയില്ലേ? ഇതിനെ ഞങ്ങൾ ഉള്ളിച്ചാമ്പങ്ങ എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കി എന്ന് പറയുമ്പോൾ കുരു ഞാൻ കളഞ്ഞിട്ടില്ല, ബാക്കിയെല്ലാം സെറ്റാണ്. ഇനി ഒരു ജാറെടുക്കുക, അതിലോട്ട് കുരു കളഞ്ഞിട്ടിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കഴിക്കും. അപ്പോൾ നമുക്കിനി കുരു കളയാം. കണ്ടല്ലോ, ഇങ്ങനെ കുരു കളയുമ്പോൾ നമുക്ക് ഇത് ഫ്രഷാണെന്ന് നമുക്കറിയാമല്ലോ. അത് കാരണമാണ് ഞാൻ നേരത്തെ കുരു കളയാതിരുന്നത്. കണ്ടല്ലോ, കുരുവൊക്കെ കളഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ സെറ്റായി. അപ്പോൾ നമുക്കിനി അതിനകത്തേക്ക് ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇച്ചിരി ഇഞ്ചി, ടേസ്റ്റ് അല്ലാതെ ഉണ്ട് എങ്കിലും ഒരു തരി ഇഞ്ചിയും കൂടെ ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് വേറെ ആയിരിക്കും. ഇനി അതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, കാരണം ചാമ്പക്കയിൽ വെള്ളമുണ്ട്. പിന്നെ ഐസ് കട്ട ഇടണമെങ്കിൽ ഇപ്പോൾ ഇടാം, പക്ഷേ എനിക്ക് ചുമയായി കാരണം ഐസ് കട്ട ഇട്ടിട്ടില്ല. അതാ നമ്മുടെ ജ്യൂസ് ഇവിടെ സെറ്റായി. ഇതിനകത്തോട്ട് ഇപ്പോൾ കസ്കസ് ചേർക്കാമായിരുന്നു, പക്ഷേ ഞാനത് വിട്ടുപോയി, അതെടുത്തില്ല, ഞാൻ എടുത്തുമില്ല. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. കുടിവെള്ളം കുടിക്കാനൊക്കെ കുറവുള്ളത് ഇതേപോലത്തെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇതേപോലത്തെയൊക്കെ ജ്യൂസ്. പിള്ളേർ കണ്ണടച്ചങ്ങ് കുടിച്ചോളും. അപ്പോൾ വേറെ വീഡിയോ കാണാം. ബായ്.